നടി മീന ബി.ജെ.പിയിലേക്ക് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളും രാഷ്ട്രീയ സാധ്യതകളും നമുക്കൊന്ന് പരിശോധിക്കാം. തെന്നിന്ത്യൻ സിനിമാ ലോകത്തു നിന്നും പുതിയൊരു രാഷ്ട്രീയ വാർത്തയാണ് ഇപ്പോൾ സജീവമായ ചർച്ചയിലേക്ക് പോകുന്നത്. പ്രമുഖ നടി മീന ഭാരതീയ ജനതാ പാർട്ടി അതായത് ബി.ജെ.പിയിൽ ചേരുന്നു എന്ന അഭ്യൂഹമാണ് ചൂടുപിടിക്കുന്നത്. അടുത്തിടെ അവർ നടത്തിയ കൂടിക്കാഴ്ചകളും അതുപോലെ തന്നെ പൊതുപരിപാടികളുമെല്ലാം തന്നെ ചർച്ചയ്ക്ക് ഒരു ആദായമായി നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസം മീന ഡൽഹിയിലെത്തി ഉപരാഷ്ട്രപതിയുമായി ചർച്ച നടത്തിയത് ഈ അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നവയാണ്. ഈ കൂടിക്കാഴ്ചയുടെ ചിത്രം മീന തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. മീനയുടെ ജനപ്രീതിയും അതുപോലെ തന്നെ ബി.ജെ.പിയുടെ താല്പര്യവും നമുക്ക് പരിശോധിക്കണം. ദൃശ്യം ഉൾപ്പെടെയുള്ള സൂപ്പർ ഹിറ്റ് മലയാള സിനിമകളിലും തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളിലുമെല്ലാം അഭിനയിച്ച മീനയ്ക്ക് തെന്നിന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ ആരാധക വൃന്ദങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മീന ബി.ജെ.പിയിൽ ചേരുകയാണെങ്കിൽ അത് പാർട്ടിക്ക് വലിയ ഗുണം ചെയ്യുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന വേളയിലാണ് ഈ ഒരു പ്രചാരണം എന്നത് ശ്രദ്ധേയമാണ്. ബി.ജെ.പിക്ക് തമിഴ്നാട്ടിൽ ശക്തമായ ഒരു അടിത്തറ കെട്ടിപ്പടുക്കാൻ സിനിമാ താരങ്ങളുടെ സ്വാധീനം വലിയ തോതിൽ ഉപയോഗിക്കാൻ കഴിയും എന്നത് അവർ കരുതുന്നുണ്ട്. പ്രചാരണങ്ങളുടെ ചുഴലിക്കാറ്റിൽ മീന ബി.ജെ.പിയിൽ ചേരുമ്പോഴും ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ നടി ഇതുവരെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയോ അല്ലെങ്കിൽ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ സജീവമായ മീന കൂടുതലും പങ്കുവച്ചിട്ടുള്ളത് കുടുംബപരമായ കാര്യങ്ങളും അതുപോലെ തന്നെ യാത്രാ അനുഭവങ്ങളുമാണ്. ഇതിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഈ അഭ്യൂഹങ്ങൾക്ക് അപ്പുറം മറ്റൊരു വലിയ പ്രചാരണം കൂടി മീനയെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. മീന ബി.ജെ.പിയിൽ ചേരുകയാണെങ്കിൽ ഒരു കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേൽക്കാൻ സാധ്യതയുണ്ടെന്നും ചിലർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീനയ്ക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടെന്നും അതിന്റെ ഭാഗമായിട്ടാണ് അവർ അടുത്തിടെ പലതവണ ഡൽഹി സന്ദർശിച്ചതെന്നും പ്രചാരണമുണ്ട്. ഉദാഹരണത്തിന് പൊങ്കൽ ആഘോഷത്തിന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകന്റെ ഡൽഹിയിലെ വസതിയിൽ മീന എത്തിയിരുന്നു. എന്നാൽ ആ വേളയിൽ ബി.ജെ.പിയിൽ ചേരുമെന്ന പ്രചാരണം നടി നിഷേധിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം മീന ഡൽഹിയിൽ എത്തിയത് എന്തിനാണെന്ന് ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല. ഇതുവരെ ബി.ജെ.പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ഊഹാപോഹങ്ങളുണ്ട്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായതിനാൽ കൂടുതൽ തമിഴ് സിനിമാ താരങ്ങളെ പാർട്ടിയുമായി അടുപ്പിക്കാൻ ബി.ജെ.പി കേന്ദ്ര നേതൃത്വം ശ്രമിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. തമിഴ്നാട് രാഷ്ട്രീയവും സിനിമാ താരങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സിനിമാ താരങ്ങൾക്ക് ഇന്നും ഒരു വലിയ സ്വാധീനമുണ്ട്. മുൻ മുഖ്യമന്ത്രിയായ എം.ജി.ആറും അതുപോലെ തന്നെ ജയലളിത തുടങ്ങിയവർ സിനിമാ മേഖലയിൽ നിന്നും വന്നവരാണ്. നിലവിൽ നടി ഖുഷ്ബു അതുപോലെ നടനും മുൻ എം.എൽ.എയുമായ ആർ ശരത് കുമാർ എന്നിവരെല്ലാം തമിഴ്നാട് ബി.ജെ.പിയിൽ സജീവമാണ്. നേരത്തെ നടി ഗൗതമി ബി.ജെ.പിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അവർ സജീവമല്ല. ഈ സാഹചര്യത്തിലാണ് മീനയെ പോലെ ജനപ്രീതിയായ ഒരു നടിയെ പാർട്ടി നേതൃത്വം തങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നത്. മീനയെ കേന്ദ്രമന്ത്രിയാക്കി തമിഴ്നാട്ടിൽ പ്രചാരണ രംഗത്ത് സജീവമാകുമെന്ന് ചില തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് തമിഴ്നാട്ടിൽ ബി.ജെ.പിക്ക് പുതിയൊരു ഊർജ്ജം നൽകുന്നത് ആണെന്നും പ്രത്യേകിച്ചും വനിതാ വോട്ടർമാരെ ആകർഷിക്കാനാണ് ഇത് സഹായിക്കുക എന്നും കരുതപ്പെടുന്നുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമാ രംഗത്ത് എത്തിയ നടിയാണ് മീന. ബാലതാരമായിട്ടാണ് അവരുടെ സിനിമാ പ്രവേശനം തന്നെ നടന്നത്. പിന്നീട് നായികയായി തിളങ്ങിയ മീന പല സിനിമകളിലും അഭിനയിച്ചു. തെന്നിന്ത്യയിലും മുൻനിര താരങ്ങളിൽ ഒരാളായി മാറുകയായിരുന്നു. പിന്നീട് തമിഴ്, മലയാളം, കന്നഡ, തെലുങ്കു സിനിമകളിലെല്ലാം തന്നെ മീന അഭിനയിച്ചിട്ടുണ്ട്. മുത്താരംകുന്ന് പി.ഒ. എന്ന മലയാള സിനിമയിലൂടെയാണ് മീന ബാലതാരമായി സിനിമയിൽ എത്തുന്നത്. പിന്നീട് മലയാളത്തിൽ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം തുടങ്ങിയ പ്രമുഖ താരങ്ങൾക്കൊപ്പം നിരവധി ചിത്രങ്ങളിൽ നായികയായിട്ടുണ്ട്. ദൃശ്യം 1 അതുപോലെ തന്നെ ദൃശ്യം 2 എന്നിവയിലെ അഭിനയം വലിയ പ്രശംസ നേടിയതാണ്. തമിഴിൽ രജനീകാന്ത്, കമൽഹാസൻ, വിജയ്, അജിത്, സൂര്യ തുടങ്ങിയ പ്രമുഖർക്കൊപ്പം അവർ അഭിനയിച്ചിട്ടുണ്ട്. തെലുങ്കിൽ ചിരഞ്ജീവി, നാഗാർജുന എന്നിവർക്കൊപ്പവും നായികയായി മീന തിളങ്ങിയിട്ടുണ്ട്. കന്നഡയിൽ ഉപേന്ദ്ര, ശിവരാജ് കുമാർ തുടങ്ങിയവർക്കൊപ്പവും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. തമിഴ്, തെലുങ്കു, കന്നഡ സിനിമാ രംഗത്ത് നിന്നും നിരവധി താരങ്ങൾ നേരത്തെ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. സമീപകാലത്ത് മലയാള സിനിമയിലും ഈ ട്രെൻഡ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പല താരങ്ങളും രാഷ്ട്രീയ പാർട്ടികളിൽ ചേർന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മീനയുടെ ഭർത്താവ് വിദ്യാസാഗർ 2022 അന്തരിച്ചിരുന്നു. ഈ വിഷയത്തിൽ വലിയ സാമൂഹിക പിന്തുണയാണ് മീനയ്ക്ക് ലഭിച്ചത്. മകൾ നൈനിക വിജയ് ചിത്രമായ തെറി എന്ന സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട്. വ്യക്തിജീവിതത്തിലെ ഈ പ്രതിസന്ധികൾക്ക് ശേഷം ഒരു രാഷ്ട്രീയ രംഗപ്രവേശനം മീനയുടെ കരിയറിൽ ഒരു പുതിയ വഴിത്തിരിവാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ആരാധകരും അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും.
രാഷ്ട്രീയ പ്രവേശനത്തിന്റെ സാധ്യതകൾ മീനയുടെ ജനപ്രീതിയും അതുപോലെ തന്നെ കുടുംബപരമായ പശ്ചാത്തലവും ബി.ജെ.പിക്ക് തമിഴ്നാട്ടിൽ അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കാൻ സഹായകമാകുമെന്ന് അവർ കരുതുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ അത് മീനയുടെ സിനിമാ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്നും ചർച്ച നടക്കുകയാണ്. പല താരങ്ങളും രാഷ്ട്രീയത്തിൽ സജീവമായതോടെ സിനിമയിൽ നിന്നും താൽക്കാലികമായി വിട്ടുനിൽക്കാറുണ്ട്. എന്നാൽ സജീവ രാഷ്ട്രീയം എന്ന് മീനയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ മേഖലയാണ്. ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് തെന്നിന്ത്യൻ സിനിമാ ലോകവും അതുപോലെ തന്നെ രാഷ്ട്രീയ വൃത്തങ്ങളും.